ഇല്ല, എങ്ങനെ എടുക്കുമെന്നുള്ള പേടി എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് അത്ര ഭയങ്കര കോമഡി അല്ലല്ലോ. അപ്പോൾ അത് കാരണം അത്ര ബുദ്ധിമുട്ടുള്ള, എനിക്ക് കോമഡിയാണ് ബുദ്ധിമുട്ട്. അപ്പം ഇതെനിക്ക് ആക്ച്വലി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇത് ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ എഴുതിയ അഭിലാഷ് പിള്ള അത് വേണ്ട വിധം മേക്ക് ചെയ്ത് വിഷ്ണുവിനെ അവർ കാരണമാണ് ഇത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ആയത്. ഈ കഥാപാത്രം ആരുടെ കഥാപാത്രമായത്, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ DYSP ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം, അതിന് 2 ഷെയ്ഡ്സാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ. ആദ്യം നമുക്ക് ഒരു ഭയങ്കര ചുറിയനായിട്ടുള്ള, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ആളും, അതിനുശേഷം പിന്നെ കാര്യത്തിനോട് അടുക്കുമ്പോഴത്തേക്കും ഇയാൾ അത്ര വൃത്തികെട്ടവനല്ല. ഇയാൾ ബേസിക്കലി ഇയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട്. ഇയാൾ ശരി അതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ തന്നെ അത് പിന്നെ എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ അത് പോസിറ്റീവ് ആവുകയും അത് ആൾക്കാർക്ക് എന്നെ കാണിക്കുമ്പോൾ തന്നെ ഞാൻ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ടൈപ്പുള്ളൊരു ഇതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമാണ്. എന്നാലും ഭരതനാട്യം കഴിഞ്ഞു, പിന്നെ അതേപോലെ ഇവരെ അഭിലാഷിൻ്റെ ഒരു കോമ്പോയിൽ ഒരു സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. അഭിലാഷ് പിന്നെ അൽതാഫ് സലീം ഇവരൊക്കെയാണ് 2 റൈറ്റേഴ്സ്. ഇവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഏത് കഥ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനകത്ത് കഥാപാത്രങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ സൈജേട്ടൻ്റെ ഒരു മുഖം നമുക്ക് തെളിഞ്ഞു വരാറുണ്ടെന്ന് ഇവർ 2 പേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽതാഫിൻ്റെ ആണെങ്കിൽ തന്നെ ഇപ്പം ഓടും കുതിര ചാറും കുതിര അതിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ ചേട്ടനായിട്ട് ആക്ച്വലി എന്നെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പക്ഷേ ഇപ്പോൾ അത് വിനയായിരുന്നു. ഭയങ്കര രസമുള്ള സബ്ജക്റ്റ്, നല്ല കഥാപാത്രമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡേറ്റ്സിൻ്റെ ഇഷ്യൂസ് കാരണം 2-3 പ്രാവശ്യം അത് പോസ്റ്റ്പോണ്ടായി. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഒന്നാണ്. അപ്പോൾ അഭിലാഷ് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് മാളികപ്പുറത്തിലാണ്. അതിനുശേഷം ആനന്ദ് ശ്രീപാൽ എന്ന് പറഞ്ഞൊരു കഥ എഴുതുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി DYSP ശങ്കർദാസ് എന്നൊരു കഥാപാത്രം, ആ കഥാപാത്രത്തിൽ എൻ്റെ മോഹൻ തെളിഞ്ഞ് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ഇനിയിപ്പോൾ അടുത്ത സുമതി വളവ് ചെയ്യുന്നുണ്ട്, സെയിം മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ വിഷ്ണു ശശിശങ്കറും അഭിലാഷാണ് എഴുതുന്നത്. അതിനകത്ത് വീണ്ടും ഒരു കഥാപാത്രത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് അഭിലാഷ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട്, അതിലും എന്നെ കാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും സിനിമ നല്ല വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുക. കാണാൻ പ്രേക്ഷകരുണ്ടാണ്. പ്രേക്ഷകരോട്, കണ്ട പ്രേക്ഷകരോട് ഒന്ന് ചോദിച്ചിട്ട് കണ്ടാൽ മതി. ചില ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും നല്ല പടമാണ്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന പടമല്ല. അപ്പം ആൾക്കാർ അങ്ങനെ മുഖവരയ്ക്ക് എടുക്കണമെന്നില്ല. അപ്പം ഓൾറെഡി ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഷോസ് തുടങ്ങിയായിരുന്നു. അപ്പം കുറേ പേര് കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ചോദിച്ചാൽ ആനന്ദ് ശ്രീപാൽ എങ്ങനെയുണ്ടെന്നുള്ളത് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് അവർ പോസിറ്റീവാണെന്ന് പറയണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലി ആയിട്ട് ആനന്ദ് ശ്രീപാൽ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലിയൊരു വിജയമാകട്ടെ. അതെ, വലിയൊരു വിജയമാകട്ടെ. താങ്ക് യു. സഞ്ജുവിനെ പറ്റി